ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നോമ്പ് 6 എത്ര പെട്ടെന്നല്ലേ നോമ്പെല്ലാം ഇങ്ങനെ കടന്നു പോകുന്നത്. ഇനി 10 നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്പീഡായിരിക്കും, ഫാസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് ഇതാ ഞാനും ഓറ് ഒരുമിച്ച് ഇറങ്ങിയിട്ട് എന്നോട് പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം, അല്ലെങ്കിൽ ഓറ് ബാക്കിൽ നിന്നാണ് വരുന്നത്, ഞാൻ വേഗം വരുത്താണ്. പക്ഷെ ഇന്ന് ഒരുമിച്ച് ഇറങ്ങി. ഇത്തിരി ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ട് ഇനി വീട്ടിലെ കാര്യം ആലോചിച്ചിട്ട് ഞാനിങ്ങനെ ടെൻഷൻ അടിക്കും. കാരണം പോയിട്ട് ഞാൻ ഒരു 1/4 മണിക്കൂറുണ്ട് എന്താണ് ഉണ്ടാക്കേണ്ടത് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു. നോക്കുമ്പോൾ രാവിലെ തന്നെ ഞാനൊരു ക്യാരറ്റ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതും പിന്നെ മുട്ട പൊരിച്ചിട്ടുണ്ടായിരുന്നു. മുട്ട പൊരിച്ചത് പിന്നെ ഇഷ്ടമാണ്, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഓറ് വേറെ ഓൽക്കടികളൊന്നും തിന്നാറില്ല, അതുകൊണ്ട് അത് ഉണ്ടാക്കി വെച്ചു. പിന്നെ ഇവിടുന്ന് വരുന്ന സ്നാക്സും ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും ഓഫീസിൽ നിന്ന് വരുമ്പോൾ അവർ നമുക്ക് സ്നാക്സ് തരും, പിന്നെ അതുമുണ്ട്. പിന്നെ അതിനോടൊരു മാംഗോ ജ്യൂസും ഉണ്ടാവും, പിന്നെ കട്ടൻ ചായ, പിന്നെ എപ്പം പറയുന്ന പോലെ എൻ്റെ പിന്നെ ബത്തക്ക ജ്യൂസ്, ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, ഭയങ്കര ക്ഷീണം പിടിച്ചു പോയിട്ട് മക്കളെല്ലാം. പിന്നെ മോന് പള്ളിയിൽ പോയി, കുട്ടികളുടെ കൂടെ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ, മോൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി. പിന്നെ ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ് ഈ ഒരു കട്ട്ലേറ്റും കായ്പോളയും. പിന്നെ വേഗം നോമ്പ് തുറന്ന ശേഷം വേഗം ചിക്കൻ ഫ്രൈ ആക്കി. ഇത് പിന്നെ കറികളൊന്നും ആക്കാൻ ഒരു ടൈം കിട്ടിയില്ല, ഭയങ്കര ക്ഷീണമായതുകൊണ്ട് അവർ പറഞ്ഞു ഫ്രൈ മതി എന്ന് പറഞ്ഞു, മക്കൾക്ക് അത് മതി എന്ന് പറഞ്ഞു. അത് ചൂടോടെ അതിന് വേണ്ടിയിട്ട് കോമ്പിനേഷൻ പൊടിദോശ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്ന് ചിക്കൻ പൊരിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ ഏകദേശം മസാല എല്ലാം പെരക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്ന് കഴിഞ്ഞാൽ ഫ്രൈ ആക്കിയാൽ മതിയല്ലോ അങ്ങനെ വിചാരിച്ചിട്ട്. അപ്പോൾ മസാല എല്ലാം പെരക്കി വെച്ചുകൊണ്ട് നല്ല മസാല എല്ലാം പിടിച്ചിട്ടുണ്ടാവും, ഉപ്പും പുളിയും എല്ലാം പിടിച്ചിട്ടുണ്ടാവും, നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, എല്ലാവരും വീഡിയോസിൽ കാണുന്നുണ്ടെന്നറിയാം, പക്ഷേ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണണം കേട്ടോ. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിലും, പിന്നെ നമ്മൾ കമ്മ്യൂണിറ്റി ടാബിലെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഇൻ്റർവ്യൂവിന് പോയിട്ട് എന്തായി, ജോലി കിട്ടിയൊക്കെ. കിട്ടി അൽഹംദുലില്ലാ, പുതിയ ജോലിക്ക് ജോയിൻ ചെയ്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോസിൽ ഞാൻ ചെയ്യാം, പിന്നെ നോമ്പായത് കൊണ്ടാണ് കേട്ടോ. ഇൻഷാ അല്ലാ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെന്ന് അറിയാം, പക്ഷേ കൂടുതൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ പൊടിദോശ എല്ലാം റെഡിയായി. അതിനിടയ്ക്ക് മോള് പറഞ്ഞു എനിക്ക് പേരയ്ക്കയും പിന്നെ അച്ചാറും തന്നണം, നോമ്പ് തുറന്നപ്പോൾ ഓക്കെ എന്തൊക്കെയോ തിന്നാനുള്ള ആഗ്രഹം. അപ്പോൾ ഞാൻ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ വേണം ഉമ്മ തിന്നണം എന്നല്ല പറഞ്ഞാൽ, അതിൻ്റെ ഇടയ്ക്ക് ഡാൻസും പാട്ടും കളിയെല്ലാം ആയി. ഇനി നാളത്തെ കാര്യം നാളെ അല്ലേ, അപ്പോൾ നാളെ കാണാം കേട്ടോ. ഓക്കെ ബൈ ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ.